യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുഞ്ഞമ്മത്തീനെ കൊണ്ടൊരു തോരനാട്ടം ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുക്കാൻ കാന്താരി മുളകും കുറച്ച് കാശ്മീരി മുളക് പൊടിയും, പിന്നെ കുഞ്ഞമ്മത്തീനെ ഒന്നും കൂടെ കുഞ്ഞനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. 2 കരുവേപ്പിൻ്റെ ഇലയും ഒരു തുള്ളി പുളിയും കൂടി ഇതിലിട്ടിട്ടുണ്ട്. ചതക്കിനയിൽ കൂടെയൊക്കെ പാടെ ചതച്ചുകൊണ്ടിട്ട് കാശ്മീരി മുളക് പൊടി എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഇങ്ങനെ 4 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ ചട്ടി പൊട്ടി തെറിക്കും കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് എടുത്ത് ഇത് നന്നായിട്ട് നമ്മൾ മത്തി വറ്റിച്ചെടുക്കണ പോലെ വാടി വരുമൊന്നും വേണ്ട. ആ പച്ചേൻ്റെ കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ അത് നമ്മൾ ഇരിക്കട്ടെ. ഇതിങ്ങനെ ആട്ടണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കൂല. അപ്പോൾ ഈ ഉള്ളിയൊന്നും വേവൂല. മത്തിക്ക് പെട്ടെന്ന് വേവുമല്ലോ. അതിനെക്കൊണ്ടാണ് ഉള്ളി ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അമ്മയുടെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു ലൈക്ക് തരണം കേട്ടോ കുട്ടികളെ. ലൈക്കിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടാകുമ്പോഴും. അപ്പോൾ ലൈക്ക് ഇല്ലാതെ ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും, ഒരു കമൻറ്റും ഇട്ടാൽ നല്ലതായിരുന്നു. ഇതിലിത്ര വെളിച്ചെണ്ണ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതെ കുറച്ച് ഇട്ടിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര മതി കേട്ടോ. ഏകദേശം വാടി കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടിക്കാനിടണം കേട്ടോ, അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും, വല്ലാതെ പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ ഈ എണ്ണയ്ക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇടണം. ഈ ഒന്ന് കുറച്ചെടുത്തോളി, അല്ലെങ്കിൽ അത് കരിഞ്ഞു വരും. അതിലേക്ക് ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞനെ നല്ല കുഞ്ഞമത്തി കേട്ടോ. കുഞ്ഞമത്തി എന്തിനാ മുറിച്ചത് ചോദിക്കും. തോരനാകുമ്പോൾ ഒന്ന് മുറിക്കുകയാണ് നല്ലത്. ഉപ്പ് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. വേവണേൻ്റെ മുന്നേ നമുക്കിത് ഇളക്കി കൊടുത്താൽ വലിയ കുഴപ്പമില്ല. വെന്ത് കഴിഞ്ഞ് ഇളക്കി കൊടുത്താൽ ആകെ ഇങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പും കൂടി ഇരിക്കില്ല. എരിവൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മളെ മീൻ തോരൻ്റെ. ഈ കരിവേപ്പിൻ്റെ ഇതിലിട്ടിട്ട് ചതച്ചെടുത്തത് കൊണ്ട് നല്ലൊരു മണം. വേണ്ടത് ഈ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട് ഇത് ചേർത്ത് കൊടുക്കും. ഇത് ആവിക്ക് കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇതിൽ വെള്ളം ഉണ്ടാവും, ഇറങ്ങി വരും. കരിയുന്നത് നോക്കണം. അടച്ച് വെക്കട്ടെ കേട്ടോ.
ആവി കയറിയതിൻ്റെ ശേഷം ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉച്ചക്കിട്ട വെന്ത് വരട്ടോ. ഇളക്കി കൊടുത്തിട്ട് മനസ്സിൽ കുറച്ച് വെള്ളം ഉണ്ടാവുന്നു ഉണ്ടോ വെള്ളം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാട്ടോ. എരിവ് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. വേവട്ടോ. ഇപ്പം നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട്. തോരനാണ്, മത്തി തോരൻ, മത്തി പീരല്ല, തോരൻ. തോരൻ ഞാൻ വെച്ച പോലെ കുടംപുളിട്ട് പീരക്കല്. അതിനകത്ത് തോരൻ ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം മതിട്ടോ ചോറിന്. വേറെ കറികളൊന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റ്. ഇങ്ങോട്ട് നോക്കി, ഇതൊന്ന് തിന്നോക്കി. നിങ്ങളായിക്കോട്ടെ എന്താ ടേസ്റ്റർ. നിങ്ങൾ വരി, ടേസ്റ്റ് ചെയ്യാൻ വരി. വന്നേ നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ പണി. കരിവേപ്പിൻ്റെ എല്ലാം വേഗമൊന്നും വേണ്ട. വീഡിയോയിൽ നിങ്ങൾ വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്. കഴിച്ചോക്കി. കരിവേപ്പിൻ്റെ എല്ലാം ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടേ. കുറവുണ്ടോ? പച്ചച്ചവണ്ടോ? എന്താണാവോ? വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ആദ്യം കുറേ കുറ്റം പറഞ്ഞിട്ടോ ടേസ്റ്റിൻ്റെ അറിയണേ. ആദ്യം കുറേ കുറ്റം പറഞ്ഞിട്ടോ ടേസ്റ്റിൻ്റെ അറിയണേ. ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പറയുന്നല്ലേ, അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ മസാലയൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.